ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വിന യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ചില ക്വസ്റ്റ്യൻസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. PN പണിക്കർ ജനിച്ചത് എന്നാണ്? 1909 മാർച്ച് 1-നാണ്. 1909 മാർച്ച് 1-നാണ് PN പണിക്കർ ജനിച്ചത്. PN പണിക്കരുടെ മുഴുവൻ പേര് പുതുവായിൽ നാരായണ പണിക്കർ. പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് PN പണിക്കരുടെ മുഴുവൻ പേര്. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലെ നീലംപേരൂരിലാണ്. ആലപ്പുഴയിലെ നീലംപേരൂരിലാണ് PN പണിക്കർ ജനിച്ചത്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവാണ് PN പണിക്കർ. PN പണിക്കരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് JC ഡാനിയലാണ്. JC ഡാനിയലാണ് മലയാള സിനിമയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ അവാർഡാണ് എഴുത്തച്ഛൻ അവാർഡ്. സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഏറ്റവും വലിയ അവാർഡാണ് എഴുത്തച്ഛൻ അവാർഡ്. ആദ്യമായി ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച മലയാളിയാണ് G. ശങ്കരക്കുറുപ്പ്. ആദ്യമായിട്ട് ജ്ഞാനപീഠം പുരസ്കാരം കിട്ടിയതാണ് G. ശങ്കരക്കുറുപ്പിന്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. കുറ്റിപ്പെൻസിൽ എന്നത് ആരുടെ കൃതിയാണ്? കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ കൃതിയാണ് കുറ്റിപ്പെൻസിൽ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം. സാഹിത്യലോകമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തി PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ലളിതാംബിക അന്തർജനം എഴുതിയ ഏക കൃതിയാണ് അഗ്നിസാക്ഷി. അഗ്നിസാക്ഷിയാണ് ലളിതാംബിക അന്തർജനം എഴുതിയ ഏക കൃതി. 2023 എഴുത്തച്ഛൻ അവാർഡ് ജേതാവാണ് SK വസന്തൻ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ അവാർഡ് ജേതാവ്. ദേശീയ പത്രദിനം എന്ന്? നവംബർ 16. നവംബർ 16 ദേശീയ പത്രദിനം. PN പണിക്കരുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2004 ജൂൺ 19. 2004 ജൂൺ 19-നാണ് PN പണിക്കരുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത്. എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ തുഞ്ചൻ പറമ്പ്, മലപ്പുറം. മലപ്പുറത്തെ തിരൂർ തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. കാച്ചിക്കുറുക്കിയ കവിതകൾ ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെയാണ് കാച്ചിക്കുറുക്കിയ കവിതകൾ. മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. കുന്തലതയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരാണ്? അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ് കുമാരനാശാൻ. കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തി. കേരള ടാഗോർ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? വള്ളത്തോൾ. വള്ളത്തോളിനെയാണ് കേരള ടാഗോർ എന്ന് അറിയപ്പെടുന്നത്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത്. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് ആരുടെ ആത്മകഥയാണ്? ഓർമ്മയുടെ തീരങ്ങളിൽ എന്നത് തകഴി ശിവശങ്കരപിള്ളയുടെ ആത്മകഥയാണ്. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരാണ് സനാതനധർമ്മം. സനാതനധർമ്മമാണ് PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര്. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് അറിയപ്പെടുന്നത്.
PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ്? ക്രൂപ്സ്കായ അവാർഡ്. ക്രൂപ്സ്കായ അവാർഡാണ് PN പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ്. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. കേരള ഗ്രന്ഥശാല ദിനം ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 14-നാണ്. സെപ്റ്റംബർ 14-നാണ് കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് SR രംഗനാഥനെയാണ്. SR രംഗനാഥനെയാണ് ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകമാണ്. അത് എഴുതിയത് പാറമേക്കൽ തോമാ കത്തനാറാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. അത് രചിച്ചത് പാറമേക്കൽ തോമാ കത്തനാറാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.